ഇപ്പോൾ താങ്കൾ കുറേ കാര്യങ്ങൾ വിശദമായി പറഞ്ഞതാണ്. ഇപ്പോഴും ഒരു ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ പോലും പ്രതി ചേർക്കപ്പെടുന്ന നിലയിലേക്ക് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി മാറുകയാണ്. എങ്ങനെയാണ് ഉന്നത പദവികൾ അലങ്കരിച്ച ആളുകൾ, പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, വലിയ സർക്കാർ പദവികളിൽ ഇരുന്ന ആളുകൾ, രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഇത്തരം തട്ടിപ്പുകൾക്ക് ഇങ്ങനെ ഇരയാകുന്നത്? ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. കാരണം പലരും ഇതുപോലെ സമീപിക്കും. ഇപ്പോ എന്നെ തന്നെ സമീപിച്ചിട്ടുണ്ട് ഓരോരുത്തർ ഓരോ കാര്യം പറഞ്ഞ്. ഈ ട്രസ്റ്റിന്റെ തന്നെ ആണെന്ന എന്റെ ഓർമ്മ. ഞാൻ പേടിച്ച ഒരൊറ്റ ട്രസ്റ്റിന്റെയും കാര്യത്തിന് ഞാൻ നിൽക്കാറില്ല. അതിലെ ഒരു രക്ഷാധികാരിയായിട്ടിരുന്നാൽ മതി എന്നങ്ങ് പറയും. എളുപ്പമുണ്ടല്ലോ പറഞ്ഞു കഴിയും. അതുപോലെ അല്ലെങ്കിൽ ഭൂതേശയൻ എന്നാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞെന്നാ പറയുന്നത്. രക്ഷാധികാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവർ ഈ പേരെഴുതി വെച്ച് പരസ്യം ചെയ്യും. അവർക്ക് വിശ്വസനീയത കിട്ടാൻ വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത്. വലിയ കള്ളന്മാരായിരിക്കും ഈ വരുന്ന പലരും. അത് വളരെ ജാഗരൂകരായിരുന്നില്ലെങ്കിൽ വളരെ വലിയ അപകടം പറ്റും. പണ്ട് എനിക്കൊരബദ്ധം പറ്റിയിട്ട് ഞാൻ 8 വർഷം ഞാൻ കേസ് നടത്തേണ്ടതായിട്ട് വന്നു. എനിക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു കാര്യവും പറഞ്ഞുകൊണ്ട് വന്നതാണ്. അതിനകത്ത് എന്നെ എടുത്തു വെച്ചു. കള്ളത്തറ വെള്ള റെക്കോർഡൊക്കെ ഉണ്ടാക്കി വെച്ചു. അവസാനം പിന്നെ അത് തെളിയിക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയാം. അത് സത്യമായതുകൊണ്ട് ഞാനിവിടെ ഇല്ലായിരുന്ന ഒരു സമയത്തായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടുപോയി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇത് നമുക്ക് അപകടം പറ്റും. ഇപ്പൊ CN രാമേന്ദ്രൻ നായർ, അദ്ദേഹത്തെ ജസ്റ്റിസ് CN നായരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ സംശുദ്ധമായി പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇതേപോലെ ഏതോ നല്ല കാര്യമാണെന്നും പറഞ്ഞപ്പോ അദ്ദേഹം അതിൽ തെറ്റിദ്ധരിച്ചു പോയതാണ്. ഈ ആനന്ദകുമാർ നേരത്തെ അറിയാം. ആനന്ദകുമാറിന് ഇങ്ങനൊരു വശം ഉള്ളത് ആർക്കും അറിയില്ലല്ലോ. ഇവിടെ ഈ സായി ട്രസ്റ്റിന്റെ ആളായിട്ടിരിക്കല്ലേ, ആർക്കും അറിയില്ല ഇങ്ങനൊരു വശം അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് ആരും അറിഞ്ഞില്ല. അങ്ങനെ ആയിരിക്കാം അദ്ദേഹം ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ ഇതിനകത്ത് അബദ്ധത്തിൽ പെട്ടുപോയത്. അതായിരിക്കാം കാര്യം. അല്ലാതെ ഒരു കാരണവശാലും അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടത്തില്ല. എന്തോ പറ്റിപ്പോയതാ. ആരൊക്കെയാണ് എന്ന് നോക്കൂ. നജീബ് കാന്തപുരം, നിജേഷ് അരവിന്ദ്. ഇപ്പോ നജീബ് കാന്തപുരം തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ മന്ത്രി V ശിവൻകുട്ടി സംസാരിക്കുന്നത്, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അങ്ങനെ പ്രധാനമന്ത്രിക്ക് ഷോൾ അണിയിക്കുന്നുണ്ട് ഈ പറയുന്ന അനന്തു കൃഷ്ണൻ ഇവിടെ ഒരു പരിപാടിയിൽ വെച്ച്. അങ്ങനെ ആരൊക്കെ എന്ന് നോക്കൂ. സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളെ മുതൽ പ്രധാനമന്ത്രിയെ വരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ്. ശരിയാണ്. കാരണം നജീബ് കാന്തപുരം ആണെങ്കിൽ ഒരുപാട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു നമ്മുടെ MLA ആണ്. അപ്പൊ അത് കാരണം ഞാനുമായിട്ട് നജീബ് കാന്തപുരമായിട്ടുള്ള പ്രോഗ്രാം എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ലല്ലോ. നല്ല കാര്യമാണെന്ന് വിചാരിച്ച് ചെയ്തു പോയതാണ്. പക്ഷെ കളിപ്പിലായി. ഇത് പലരെയും വളരെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ കളിപ്പിക്കുന്നവന്മാര് വലിയ മിടുക്കന്മാരല്ലേ. മിടുക്കന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അവന്മാർ ഏത് വിധത്തിൽ ആളുകളെ കളിപ്പിക്കാമെന്ന് നോക്കി റിസർച്ച് ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ വളരെ ശ്രദ്ധിക്കണം. വളരെ ബുദ്ധിമുട്ടുമാണ് നമുക്കത്. അപ്പൊ അതാണ് പ്രശ്നം. അത് ശ്രീ കമാൽ പാഷ, ഇപ്പോൾ 1000 കോടിയുടെ തട്ടിപ്പാണ് എന്ന് പറയുന്നു, ചിലപ്പോൾ അതിലധികമുണ്ട് എന്ന് പറയുന്നു. വലിയൊരു തട്ടിപ്പ് ഇവിടെ നടക്കുന്നു എന്ന് അറിയില്ലേ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ, പോലീസ് സംവിധാനങ്ങൾ, സംവിധാനങ്ങൾ? എന്തുകൊണ്ടാണ് ഇത് തടയാൻ കഴിയാതെ പോകുന്നത്? അല്ലെങ്കിൽ ഇത്രയധികം പണപ്പിരിവ് നടക്കുന്നുണ്ട്, പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാം, തയ്യൽ മെഷീൻ നൽകാം എന്ന് പറഞ്ഞ് ഇത്രയധികം പണപ്പിരിവ് നടക്കുന്നു, അക്കൗണ്ടിലേക്ക് ഈ പണം വരുന്നു, ഇതൊക്കെ സ്വാഭാവികമായി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? പിന്നെ അതായത് നിർബന്ധമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നൊക്കെ പറയുന്നത് എന്തിനാ ഇവിടെ വർക്ക് ചെയ്യുന്നേ? ഇവരുടെ ജോലി ഇതൊക്കെയല്ലേ. ഇവിടെ നടക്കുന്ന തട്ടിപ്പ് ഇതൊക്കെ നോക്കണ്ടേ, അവര് മനസ്സിലാക്കണ്ടേ? വലിയ വ്യാപകമായ പണപ്പിരിവല്ലേ നടത്തിയത്. പല മെഷീനറി ഉപയോഗിച്ച പല പേരുകളിൽ കുടുംബശ്രീയുടെ പേരൊക്കെയാണ് എടുത്ത് ഉപയോഗിച്ച് വെച്ചേക്കുന്നത് മുഴുവൻ. അപ്പൊ ആ പ്രസ്ഥാനങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലല്ലേ ഈ പ്രവർത്തനങ്ങൾ പോയത്. എന്നിട്ട് ഇത് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിനോ അങ്ങനെയുള്ള ഇന്റലിജൻസിനോ ഒന്നും കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഈ ഇന്റലിജൻസും ഒക്കെ? ഇതിനകത്ത് ആളുകളെ വെക്കുന്ന എന്തിനാണ്? അവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണോ? നമുക്ക് എന്തെങ്കിലും അതിന്റെ സർവീസ് കിട്ടണ്ടേ? ഇതിപ്പോ ജനങ്ങൾക്ക് ആദ്യമേ തന്നെ ഇതിനെ കുറിച്ച് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എത്ര പേരുടെ പണം രക്ഷപ്പെടുമായിരുന്നു? അത് നമ്മൾ ആലോചിച്ചാൽ മതി. പാവങ്ങൾ ഇതിനകത്ത് പെട്ടുപോയേക്കുന്ന ഒരുപാട് പാവങ്ങളല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകള്. അവർക്ക് സ്കൂട്ടർ എന്ന് പറയുന്നത് കൂടുതലും ഉപയോഗിക്കുന്നത് സ്ത്രീകളാണിപ്പോ. പുരുഷന്മാര് വളരെ കുറച്ചു പേരെ സ്കൂട്ടർ ഉപയോഗിക്കാറുള്ളൂ. കമാൽ പാഷ, ഇപ്പോ ശരിയാണ് ശ്രീ CN രാമചന്ദ്രൻ നമ്മുടെ തന്നെ ഇപ്പോ നിങ്ങൾ പറയായിരുന്നു മുനമ്പം കമ്മീഷൻ പോലും അദ്ദേഹമാണ് നയിക്കുന്നത്. അപ്പോ അങ്ങനെ ഭരണകൂടമടക്കം വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു മുൻ ന്യായാധിപൻ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് 5 മാസം മുമ്പ് താൻ ഇതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു, തട്ടിപ്പാണെന്ന് തോന്നിയത് കൊണ്ട് പിൻവാങ്ങി എന്നുള്ളതാണ്. അങ്ങനെ തട്ടിപ്പാണ് എന്ന് തോന്നിയാൽ അത് സംവിധാനങ്ങളെ അറിയിക്കേണ്ടേ? മാധവ് പറഞ്ഞ എനിക്ക് അതിനകത്ത് വളരെ ഞാനും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. നിർബന്ധമായിട്ട് 5 വർഷം മുമ്പ് ഇത് തട്ടിപ്പാന്ന് മനസ്സിലായെങ്കിൽ അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യണ്ടേ?
അങ്ങനെ തെറ്റുപറ്റി. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല അദ്ദേഹത്തിന്. കാര്യം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്നെ ഇതിനകത്ത് ഇതുപോലെ പിടിച്ചു ഉപദേശകൻ എന്ന് പറഞ്ഞു വെച്ചു. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇപ്പൊ അത് തട്ടിപ്പാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് താണ്ടെ അവർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോകണ്ടായിരുന്നു. അങ്ങനെ ചെയ്യണമായിരുന്നു. കാരണം അങ്ങനെ ആണെങ്കിൽ കുറെ പേരെങ്കിലും രക്ഷപ്പെട്ടനെ. ഇപ്പൊ ആദ്യത്തെ കേസൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പോലും തട്ടിപ്പ് വ്യാപകമായിട്ട് നടന്നു എന്നുള്ളതാണ് ഇതിനകത്ത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ജസ്റ്റിസ് കമാൽ പാഷ, ഇതിന്റെ ഒരു ക്ലൈമാക്സ് എന്തായിരിക്കും? ഇപ്പോൾ ഇത്രയധികം പണം സമാഹരിച്ചു, അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിൽ 1,15,00,000 രൂപയും ഒരു കുറച്ച് സ്ഥലവും വാഹനങ്ങളും മാത്രമാണ്. പക്ഷേ ഇതിന്റെ വ്യാപ്തി ആവുന്നല്ലോ, അതിന്റെ 10 ഇരട്ടിയെങ്കിലും വരും. ഈ പണമൊക്കെ എവിടെ പോയി എന്ന കാര്യത്തിലൊക്കെ പോലീസ് അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ഇതിന്റെ ഒരു ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഓരോ ദിവസം നൂറുകണക്കിന് ആളുകളാണ് പോലീസിൽ പുതുതായി പരാതികളുമായി വരുന്നത്. ഇവർക്ക് പണം തിരികെ കിട്ടുമോ? ഈ കേസ് എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക? വളരെ ബുദ്ധിമുട്ടാണ് ഈ പണമൊക്കെ തിരികെ കിട്ടാൻ. പാവങ്ങളുടെ പണം ഒരുപാട് പേരുടെ പോയി എന്ന് നമ്മൾ കരുതിക്കൊണ്ടാൽ മതി. കാരണം ഇങ്ങനെയുള്ള കള്ളന്മാരെന്ന് പറയുന്ന ഇവര് ബെനാമി പേരുകളിലായിരിക്കും പലപ്പോഴും ഇതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. ഇപ്പൊ ഇവന്റെ പേരിൽ തന്നെ വാങ്ങിച്ചു വെച്ചേക്കുന്ന സ്ഥലം വളരെ കുറവായിരിക്കും. അത് ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു 10 കോടി രൂപയുടെ ആസ്തി കാണും. 1000 കോടി കളിപ്പിച്ചവനാണ്. കുറെ പേര് രാഷ്ട്രീയക്കാർക്ക് കുറെ കൊടുത്ത് തിന്നു, അവരൊക്കെ തിന്ന് തീർത്തു. അതൊന്നും തിരിച്ചു കിട്ടത്തില്ലോ. അതൊന്നും തിരിച്ചു കിട്ടത്തില്ല. പിന്നെ ബാക്കി ബെനാമി അത് കണ്ടുപിടിക്കണം. അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് ഇയാളെ നല്ല രീതിയിൽ ചോദ്യം ചെയ്താലേ പറ്റുള്ളൂ. പക്ഷേ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ എവനും പിന്തുണ കൊടുത്തിട്ട് അവന്റെ കൂടെ നിൽക്കുമ്പോ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ അവിടെ ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്തത് കഴിഞ്ഞ ഇലക്ഷൻ 2 ലക്ഷം രൂപയല്ലേ അക്കൗണ്ട് വഴി. ഞങ്ങൾ പിരിവല്ലാതൊന്നും എടുക്കത്തില്ല, എല്ലാ അക്കൗണ്ട് വഴി ഞങ്ങൾ വാങ്ങുള്ളൂ. അക്കൗണ്ട് വഴി വാങ്ങിച്ചാലും ഏത് വഴി വാങ്ങിച്ചാലും ശരി, കള്ളത്തരമല്ലേ, ഈ കൊള്ള മുതലല്ലേ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. അതൊക്കെ അവരൊക്കെ തിരിച്ചു കൊടുക്കണം, ഈ വാങ്ങിച്ചേക്കുന്നവരൊക്കെ. ആ രീതിയിൽ വേണം. പക്ഷേ അതിനൊന്നും ഇവിടുത്തെ നമ്മുടെ സംവിധാനങ്ങൾ നിൽക്കുവോ? ഇപ്പൊ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭാവന കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അനന്തകൃഷ്ണന്റെ സ്വന്തം തറവാട്ട് വകയോ അവന്റെ കുടുംബ സ്വത്തൊന്നും അല്ല എടുത്ത് കൊടുത്തേക്കുന്നത്. ഈ പാവങ്ങളെ വഞ്ചിച്ച പണത്തിൽ നിന്നാണ് എടുത്ത് കൊടുത്തേക്കുന്നത്. ആ പണം ഒരു തിരികെ കൊടുക്കണം. അതുപോലെ ആരൊക്കെ വാങ്ങിയിട്ടുണ്ടോ അവന്റെ ഇന്ന് അതെല്ലാം തിരികെ പിടിക്കണം. അതിനുള്ള അത്രത്തോളം ഒരു ഇച്ഛാശക്തിയുള്ള ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. വളരെ തുച്ഛമായ തുകയെ തിരിച്ചു കിട്ടുള്ളൂ. അത് ഈ പാവങ്ങൾക്കൊക്കെ അത് അവരുടെ പണം പോയി എന്ന് തന്നെ കരുതിയാൽ മതി. അങ്ങനെയാണ് ഈ കേസിന്റെ മുന്നോട്ട് പോക്കെങ്കിൽ അനന്തകൃഷ്ണൊക്കെ എത്ര സമയം കൊണ്ട് പുറത്തേക്ക് വരും? സ്വാഭാവികം ഈ പണമൊക്കെ മറ്റെവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. അവർ തട്ടിയെടുത്ത മുതൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എത്ര സമയം കൊണ്ട് ഇവരൊക്കെ പുറത്തേക്ക് വരും? കിട്ടാവുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ. അതെ, അതായത് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അന്വേഷിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അയാളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ ഒരു മാർഗവുമില്ല. പക്ഷെ നമുക്ക് 3rd ഡിഗ്രി ഒന്നും ഒക്കത്തില്ലല്ലോ. അവൻ അനങ്ങത്തില്ല, അവൻ ഒന്നും പറയത്തില്ല. ആ കുറച്ച് രേഖയുള്ള കാര്യങ്ങൾ മാത്രം പറയും. ആർക്കൊക്കെ കൈക്കൂലി കൊടുത്തെന്ന് പറയും. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്റെ ബെനാമി താണ്ട് ഇന്നാരുണ്ട്, ബെനാമിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ബെനാമികളെ എല്ലാം പിടിക്കണം. അതിനുവേണ്ടി ശരിയായ രീതിയിൽ ഇയാളുടെ കൂട്ടുകാരാരൊക്കെയായിരുന്നു, കൂട്ടാളികൾ ആരാണ്, ബന്ധുക്കൾ ആരാണ് എന്നുള്ള ആ ലൈനിലെല്ലാം വലിയൊരു ഇൻവെസ്റ്റിഗേഷനിലൂടെ നടക്കുള്ളൂ. അത് അത്ര പെട്ടെന്ന് നടക്കത്തില്ല, കുറേ സമയമെടുക്കും.